വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു നിൽപ്പാണിത്. ഇന്നലെ ആക്ച്വലി ഞങ്ങൾക്ക് ഓണം പ്രോഗ്രാം പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വ്ളോഗാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ അതിൻ്റെ ഓണം പ്രിപ്പറേഷനൊക്കെ ആയിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ഓണം പൂക്കളമൊക്കെ സെറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അങ്ങനെ ഒത്തിരി പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോസും ഞാനിവിടെ ആഡ് ചെയ്യാം. ഇപ്പം നിങ്ങളത് കണ്ടിട്ട് വാ, എന്നിട്ട് ബാക്കി നമുക്ക് ഇന്നത്തെ വ്ളോഗിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഓണത്തിൻ്റെ തലേദിവസത്തെ പ്രിപ്പറേഷനാണ് കാണുന്നത്. അനഘയായിരുന്നു മെയിൻ പൂക്കളത്തിന് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടി അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. തലേദിവസം ഞങ്ങൾ പോയി പൂവൊക്കെ മേടിച്ച് പിന്നെ കുറേ പൂവൊക്കെ അവളുടെ ഗാർഡനിൽ നിന്ന് തന്നെ എടുത്ത്. അവൾക്ക് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് അവളുടെ ഗാർഡനിൽ. അപ്പം ഞങ്ങൾ ഓരോന്ന് അവിടെ നിന്ന് തന്നെ പിച്ചിപ്പറിക്കുകയായിരുന്നു. പിന്നെ അവളുടെ ഓരോ പിച്ചലിലും അവളുടെ ചങ്കായിരുന്നു പൊടിയുന്നത്. സച്ചിൻ പണിയെടുക്കുന്നു. ചാന്ദിനി അനഘയായിരുന്നു മെയിൻ വരയ്ക്കൽ ടീം. അവർക്ക് നല്ലതായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ഗ്രാഹ്യമുണ്ട്. പക്ഷേ എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പൂക്കളൊക്കെ പിച്ചി കൊടുത്തു. ഞങ്ങളുടെ മെയിൻ ടാസ്ക് ഒരു 3 മണിക്കൂറിൽ ഇത് എല്ലാം സെറ്റ് ചെയ്ത് ഇറങ്ങണമായിരുന്നു. പക്ഷേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു. വേദിയാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും. പിന്നെ ഈ പൂക്കളത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഫോട്ടോ ബൂത്ത് സെറ്റ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ വന്നു. അതുകൊണ്ട് തന്നെ ആ പൂക്കളത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മളൊരു ഫോട്ടോ ബൂത്ത് സെറ്റ് ചെയ്തത്. പക്ഷെ അത് ഭയങ്കര ഒരു അടിപൊളി ഐഡിയ ആയിരുന്നു. നമ്മുടെ സിജോയ് ചേട്ടൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. അത് ഭയങ്കരമായിട്ട് ഹിറ്റായി. കാരണം എല്ലാവരും ഫോട്ടോ എടുക്കുന്നൊരു സ്പോട്ടായിരുന്നു അത്. പിന്നെ ലാസ്റ്റിൽ നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് അവസാനം പാക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിറ്റേ ദിവസം രാവിലെ വരേണ്ടിയല്ലേ. അങ്ങനെ രാവിലെ എണീറ്റു, സെറ്റായി, റെഡിയായി ഞങ്ങൾ ഒരുങ്ങി. ഇപ്പോൾ രേഷ്മ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരുങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ എങ്ങനെയൊക്കെയോ സാരിയൊക്കെ ഒപ്പിച്ച് പിന്നെ ഇതാ ഇവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. നമുക്ക് ഐഷാഡോ ഇതാണ് നമുക്ക് പഠിക്കണത്. ഇതെടുത്ത് വാങ്ങി കൈ പൊടിച്ച് കൊള്ളാം. നമുക്ക് ഇവിടെ ഒരു ഓണത്തിന്റെ ഒരു വൈബിനൊരു കുറവുണ്ട്. എല്ലാവരും വന്നൊന്ന് സെറ്റിൽ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഓണത്തിന്റെ വൈബിലേക്ക് നമ്മളെ കടത്താൻ റിജു ഈ മലയാളി അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിജുയ്ക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുമായിരുന്നു. ആളെ കിട്ടിയത് പോലും ഇല്ല. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത് Let's take a quiet moment for those who are lost their home. Thank you for joining us and experiencing പിന്നെ കുറേ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതിന് ശേഷം നമ്മുടെ മെയിൻ പാർട്ടായ സദ്യയിലോട്ട് ഞങ്ങൾ കടന്നു. അടിപൊളി സദ്യയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു എല്ലാ കറികളും. പിന്നെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണാനൊക്കെ കുറേ നോർത്ത് ഇന്ത്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും വന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് കൾച്ചറൽ പ്രോഗ്രാംസ് കണ്ട് ആസ്വദിച്ചു, ഫുഡൊക്കെ കഴിച്ചു. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിന് മുമ്പ് എടുക്കണമായിരുന്നു. നമ്മൾ രണ്ടും കണ്ണാടി വെച്ച് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല.
സദ്യയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ തളർന്നൊരു പരുവായി. അപ്പം അതിനൊരു ഗ്യാപ്പും ഇല്ല, അതോ ഗെയിംസ് തുടങ്ങി. ഗെയിംസ് അടിപൊളിയായിരുന്നു, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഭയങ്കര ഓണായിരുന്നു. ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവർക്കും കൂടി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് പോയി. ഒരു 4:30-5 ആയപ്പോഴത്തേനും നമ്മൾ വീട്ടിലെത്തി. ഇച്ചിരി നേരം കിടന്നുറങ്ങി, തിരിച്ചു വന്ന് നേരെ DJക്ക്. ഫുഡ് കഴിക്കാണ്ട് എല്ലാരും ഒരു ബൈ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. See you in the next video. Bye.